എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററാണ്. അപ്പം നാട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം ഫിഷ് ഫ്രൈ കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. സാധാരണ നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുമല്ലോ, അപ്പോൾ കുരുമുളകിൻ്റെ മാത്രമല്ല വേറൊരു വെറൈറ്റി ടേസ്റ്റ്. അപ്പം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ്. അന്ന് തൊട്ട് ഞാൻ ഈ ഒരു മസാലയാണ് ഫിഷ് ഫ്രൈക്ക് ഉപയോഗിക്കുന്നത്. എല്ലാ ഫിഷിനും ഈ മസാല തന്നെ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാം, എന്നാലും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മത്തിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മത്തിയാണ്. അപ്പോൾ ഈ മസാല എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ വാളംപുളിയുടെ ജ്യൂസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലോട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മസാല നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പും കൂടി ഇട്ട് വേണം അരയ്ക്കാൻ. അതുപോലെ വാളംപുളിയുടെ ജ്യൂസിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മത്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതിലേക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. മസാല പുരട്ടുന്നതിന് മുമ്പ് ഈ മസാലയിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്: മഞ്ഞൾപ്പൊടി. നമ്മൾ അരച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മത്തിയിൽ തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ ഞാൻ മസാലയെല്ലാം മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 10-20 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് മീനിട്ട് കൊടുക്കാം. അപ്പം മീനിൻ്റെ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷെല്ലാം ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബായ്.